സമയം ഏകദേശം 7:30 രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന കൂടി താമസിച്ചാണ്. ഇനി ഒട്ടും വൈകാതെ തന്നെ പോകണം ഇവിടുന്ന്. പല്ല് തേക്കുന്നതിന് മുന്നേയുള്ള കോപ്രായങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 മിനിറ്റത്തെ അധ്വാനത്തിന് ശേഷം പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി ടേബിളിലൊക്കെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഞാൻ രാവിലെ ആണെങ്കിലും ചോറാണ് കഴിക്കുന്നത്. എനിക്ക് 3 നേരം ചോറ് തന്നെ കഴിക്കാൻ ഇഷ്ടം. കറിയായിട്ട് ചോറിൻ്റെ ഒപ്പം മോര് കറി, പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഒരു മെഴുക്കുവരട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്ക് കഴിക്കാനുള്ള ഞാൻ പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വണ്ടി എടുത്ത് നേരെ സൈറ്റിലോട്ട് പോകാം. ഇതെന്റെ ചേച്ചിയാണ്. രാവിലെ തന്നെ ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരിപ്പുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഞാനും ആ ചേട്ടനും കൂടിയാണ് ആ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററോ മറ്റോ ഉണ്ട് സൈറ്റിലോട്ടുള്ള ദൂരം. അങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തെ വണ്ടി ഓടിക്കുന്ന ശേഷം ഞങ്ങൾ ഏറെക്കുറെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ പോയി താക്കോല് മേടിക്കണം. താക്കോൽ ആ പമ്പിലാണുള്ളത്. കാരണം ആ പമ്പിന്റെ ഓണറുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറി ഡ്രസ്സൊക്കെ മാറി നമ്മൾ പതിയെ പിന്നെ പണി തുടങ്ങാൻ ആരംഭിക്കുകയാണ്. പിന്നെ വൈകാതെ തന്നെ വർക്ക് തുടങ്ങി. നമ്മളിപ്പോൾ വന്നപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. 9 മണി 9:10 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ വർക്ക് തുടങ്ങിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നമ്മൾ ഏകദേശം ഒരു 2 സെറ്റ് സ്കവോർഡ് അവിടെ മേളിൽ അടുക്കിയിട്ടുണ്ട്. അതിന്റെ മേളിൽ 4 ഭാഗത്തായിട്ട് പ്ലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്തോട്ട് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നതാണ്. അത് പിടിപ്പിക്കാനുള്ള പണിയൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി തുടങ്ങി കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെഷീൻ ഒന്ന് പണി മുടക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിഷ്ണു ചേട്ടനെ നന്നാക്കാൻ വേണ്ടി അതുകൊണ്ട് പോവുകയാണ്. വിഷ്ണു ചേട്ടൻ അത് റിപ്പയർ ചെയ്യാൻ പോയ സമയത്ത് ബാക്കി പണി എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള പ്ലേറ്റിന്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ പണി മുടക്കിയ കാരണം കല്ലുളിക്കാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ വിഷ്ണു ചേട്ടൻ പിന്നെ മെഷീനൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നു. പിന്നെ വിഷ്ണു ചേട്ടൻ മേളിൽ കയറി മെഷീനിൽ വർക്ക് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മെഷീൻ മേടിച്ച് പിന്നെ ഞാനും മെഷീനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ സമയം ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി പതിയെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. ഇത്രയാണ് 150 വീഡിയോസ് എടുത്ത് ചെയ്ത്. അന്നേരം ഒരു കാര്യമുണ്ട്, 1.5 മിനിറ്റേ ഉള്ളൂ വീഡിയോ. ഷോർട്സ് വീഡിയോസ് ആയിരുന്നു. ഇല്ല, ഷോർട്ട് എന്നാ പറയുന്നത്, ഇത് സെറ്റ് ആവുള്ളൂ. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹൗസ് ഓണർ വന്നായിരുന്നു വീടിന്റെ പണിയൊക്കെ എവിടം വരെയൊക്കെ ആയെന്ന് അറിയാനായിട്ട്. എന്റെ ഫോൺ ഓണാക്കി വെച്ചേക്കുന്ന പുള്ളിക്കാരൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഹൗസ് ഓണർ തനിച്ചല്ല, നമുക്ക് പണി തന്നേക്കുന്ന എഞ്ചിനീയറും പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പണിയുടെ മികവ് കൊണ്ട് എഞ്ചിനീയർ വന്ന് എന്തൊക്കെയോ ഞങ്ങളോട് പൊളിച്ച് പണിയാനൊക്കെ പറയുന്നുണ്ട്. എന്റെ ഫോൺ അവിടെ ഓണായിരിക്കുന്നത് അവരാരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എഞ്ചിനീയർ ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ഏകദേശം ഒരു 7:30 ആയ സമയം തൊട്ട് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഏകദേശം കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ട് ചെയ്ത സമയത്തെല്ലാം നമ്മൾ ബൈക്കിൽ പോകുന്ന വീഡിയോസാണ് കൂടുതലും ഷൂട്ട് ചെയ്തത്. ഫോണിന്റെ ചാർജ് തീരാറായി. വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളൊരു ഒരാഴ്ച കൂടെ ഇവിടെ കാണാം. ബാക്കി വിഷ്വൽസ് എല്ലാം ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. പണിയുടെ ഔട്ടും കാര്യങ്ങളും എല്ലാം ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ.